ഇന്നൊരു സൺഡേ ആണ്. ഈ ഒരു വീക്കെൻഡിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈം കിട്ടിയുണ്ട്. ഈ സൺഡേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ക്വിക്കായിട്ട് പുറത്ത് പോയിട്ട് വരാമെന്നുള്ളത് നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് എയർപോർട്ട് വരെ വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന് തോന്നി. ഇങ്ങനെ ഏകദേശം ഒരു ഈവനിങ് 6 മണിയോടൊക്കെ അടുപ്പിച്ചായപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഹൈദരാബാദിൽ എനിക്ക് ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത് എയർപോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് ഭയങ്കര അടുത്താണ്. വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് എയർപോർട്ട് എത്താൻ പറ്റും. ഇന്നത്തെ ഒരു വെതറും നല്ല പ്ലസൻറ്റ് വെതറായിരുന്നു. ഒരു ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഒരു നല്ല കോസി വൈബ് ഉണ്ടായിരുന്നു. ഒരു ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയൊരു വെതറായിരുന്നു. പക്ഷേ നാളെ നമുക്ക് മൺഡേ ആണ്, വീക്ക് ഡേയ്സ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ട്രിപ്പ് പോയി തിരിച്ചു വരേണ്ട പ്ലാനിങ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റൊക്കെ കടന്ന് ഈ ഒരു എയർപോർട്ട് എക്സ്പ്രസ് വേയിലേക്ക് കടക്കുവാണ്. എനിക്ക് ഈ ഹൈദരാബാദിൽ ഏറ്റവും നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല വെൽ പ്ലാൻഡ് ആയിട്ട്, നല്ല വെൽ അലൈൻഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. ഫ്ലൈ ഓവേഴ്സ് ആവട്ടെ, ഈവൻ റോഡ് സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത കാര്യങ്ങളായാലും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നല്ല ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ എയർപോർട്ട് വരെ ഒന്ന് പോയിട്ട് വരുന്ന ഈ ഒരു ജേണി, കാരണം എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ഒരു എയർപോർട്ട് ജേണി നമുക്ക് എപ്പോഴും ഒരു ഹറിബറി അല്ലെങ്കിൽ കുറച്ച് ടെൻസ്ഡായിട്ട് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു വെപ്രാളത്തിൽ പോകുന്ന ഒരു റൂട്ടല്ലേ. അവിടെ നമ്മളിപ്പം സിംപ്ലി ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് പോകുമ്പോൾ ഒരു നല്ല ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഓണായി വരുന്നുണ്ട്. ഈ വീഡിയോയിൽ അത് എത്രമാത്രം ക്യാപ്ചേർഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈവൻ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ചെടികളുണ്ട്, നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. ചുറ്റും രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് എത്താനായി. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഈ ഒരു സൺഡേ ഇങ്ങനെ വേറെ ടെൻഷനൊന്നും ഇല്ലാതെ വെറുതെ ഒരു പ്ലാനും ഒരു അജണ്ടയും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പം അത് വേറെ തന്നെ ഒരു ഫീലായിട്ട് തോന്നാറുണ്ട്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൺഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാറുള്ളതെന്ന് എൻ്റെ കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എയർപോർട്ടിലെത്തി. എനിക്ക് എപ്പോഴും എയർപോർട്ട് എന്ന് പറയുമ്പോൾ തോന്നാറുള്ളത് ഒരു പുതിയ നാട്ടിൽ എത്തിച്ചെല്ലുന്ന ആൾക്ക് അവിടെ കാണുന്ന എയർപോർട്ടാണ് ആ ഒരു കൺട്രീൻ്റെ ഒരു മുഖചിത്രം എന്ന് പറയുന്നത്. അപ്പം ഹൈദരാബാദ് എയർപോർട്ട് അങ്ങനെ നല്ലൊരു വിഷനോട് കൂടി ചെയ്തൊരു എയർപോർട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈവൻ ബാംഗ്ലൂർ എയർപോർട്ടായാലും ഇപ്പോൾ വന്ന പുതിയ ചേഞ്ചസൊക്കെ ഭയങ്കര ഇമ്പ്രസീവാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു ബിസി ഡേ ആണെന്ന് തോന്നുന്നു. നമ്മൾ സ്റ്റാർബക്സിൽ വന്നു, ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ചുറോസ് ഫ്രാപ്പച്ചിനോ ആണ് വാങ്ങിയതെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. വി ഹാഡ് എ ഗുഡ് ടൈം തരുന്നു. നമ്മൾ ഒരുപാട് വർത്തമാനം പറഞ്ഞു. അവിടെ വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പോകുന്ന വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി വെറുതെ സിംപ്ലി റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 1 അവറിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. എക്സിറ്റ് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം നല്ല എല്ലാം പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ്സിൽ ഇറങ്ങി. ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. കുറച്ച് ട്രാഫിക് ഉണ്ട്, എന്നാലും ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വീടെത്തുന്ന രീതിയിലുള്ള തിരക്കേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ സൺഡേയും ഓൾമോസ്റ്റ് എൻഡാവാൻ പോവാണ്. നമ്മൾ പുതിയൊരു വീക്കിലേക്ക് കടക്കുവാണ്. പക്ഷെ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് വീണ്ടും നല്ല പാട്ടുകളൊക്കെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സില്ലി ജോക്സൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് ഓൾമോസ്റ്റ് വീടെത്താൻ വേണ്ടി പോവാണ്. നമ്മളൊരു ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. ലൈക്ക് ഇനി ഒരു 10 മിനിറ്റ്സും കൂടി ഇവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ പോവാം, ഫുഡ് കഴിക്കുക, കുറച്ച് റെസ്റ്റ് ചെയ്യുക, വീണ്ടും നമ്മൾ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ഞാൻ നല്ലൊരു വീക്ക് വിഷ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. സീ യു ഓൾ സൂൺ. ബൈ ബൈ.